തിരുവനന്തപുരം കാട്ടാക്കടയിലെ സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം ഏറ്റെടുത്ത പ്രത്യേക സംഘം. കാട്ടാക്കട സിഐയുടെ നേതൃത്വത്തിൽ 7-അംഗ സംഘത്തിലാണ് അന്വേഷണത്തിന്റെ ചുമതല. ക്രിസ്മസ് തലേന്നാണ് കട്ടേക്കാട് സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിൽ നിന്ന് 70ഓളം പവൻ സ്വർണം മോഷണം പോയി. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് കട്ടക്കോട് സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായി വീട്ടിലുള്ളവർ പള്ളിയിൽ പോയിരുന്ന സമയത്തായിരുന്നു മോഷണം. 70 പവനോളം സ്വർണമാണ് മോഷണം പോയത്. സംഭവത്തിൽ കാട്ടാക്കട സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. അടുത്ത കാലത്ത് ജയിലിൽ നിന്നിറങ്ങിയ മോഷണക്കേസ് പ്രതികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 12 ഇടങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. കവർച്ച നടന്ന വീട്ടിൽ ഒരാഴ്ചക്കിടെ എത്തിയവരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഇവരുടെ മൊഴി പോലീസ് വിളിച്ചു വരുത്തി ശേഖരിക്കും. അതേസമയം മോഷണം പോയ സ്വർണത്തിന്റെ അളവിലും അവ്യക്തതയുണ്ട്. 50 പവനെന്ന് ആദ്യം പറഞ്ഞ വീട്ടുകാർ പിന്നീട് 70 പവനായി തിരുത്തി. കുളത്തൂപ്പുഴ ചർച്ച് സ്കൂളിലെ ക്ലറിക്കൽ സ്റ്റാഫായ ഷൈൻകുമാറിന്റെ ഭാര്യ അനുപമയുടെയും സഹോദരി അനഘയുടേതുമാണ് സ്വർണ്ണാഭരണങ്ങൾ. സ്വർണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പരാതിയെ തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.